അപ്പോസ്തല പ്രവൃത്തി 17:16. അതിനാൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അതിനെ നഗരം എന്ന് പറയുന്നത് ബിംബങ്ങളും തത്വജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ അതിനിൽ വരുമ്പോൾ പൗലോസ് കാണുന്ന ഒരു കാഴ്ചയാണ് നഗരത്തിൽ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ബിംബങ്ങൾ കാണുമ്പോൾ തന്നെ പൗലോസിൻ്റെ മനസ്സ് ചൂടുപിടിച്ചു. എന്നിട്ട് പൗലോസ് അതിനെ ജനത്തെ യേശുവിനായി നേടണമെന്ന് ഭാരമുണ്ട്. അവരോട് സുവിശേഷം പൗലോസ് അറിയിച്ചു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17:17 പ്രകാരം കാണുന്നു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോകുന്നു. പള്ളിയിലെ യഹൂദന്മാരോടും ഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടൊക്കെ പൗലോസ് സുവിശേഷം പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവത്തെ അറിയാതെ ലോകത്തിൽ അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളോട് നമുക്ക് കാണാം. അതുകൊണ്ട് ഫ്രണ്ട്സ് ആകാം, മറ്റാരെങ്കിലുമൊക്കെ ആകാം. നാം അവരോട് ഒരു മടിയും കൂടാതെ പ്രാഗൽഭ്യത്തോടെ സുവിശേഷന്മാരോട് പറയണം. ഇവിടെ പൗലോസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയാണ് സുവിശേഷം പറയുന്നത് ലജ്ജിച്ചിരുന്നില്ല എന്ന്. നാം സുവിശേഷം മറ്റുള്ളവർ അറിയിക്കുമ്പോൾ ഒരുപക്ഷെ അവർ നമ്മോട് വാദിക്കാം, നമ്മളെ പരിഹസിക്കാം, കളിയാക്കാം, നമ്മുടെ വാക്ക് കേൾക്കാതൊക്കെ പോയേക്കാം. അവിടെ നാം തളരുകയോ വിഷമിക്കുകയോ ചെയ്യാതെ യേശുവിന് വേണ്ടി നാം നിൽക്കാൻ തയ്യാറാകും. പൗലോസ് സുവിശേഷം പറഞ്ഞപ്പോൾ തന്നെ അവർ കളിയാക്കി എന്ന് നമുക്ക് താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാം. അവിടെയും പൗലോസ് തളരുകയോ ഒന്നും ചെയ്യാതെ യേശുവിന് വേണ്ടി വലിയ പ്രാഗൽഭ്യത്തോടെ നിന്നതായി നമുക്ക് കാണുന്നു. പൗലോസ് സുവിശേഷം പറഞ്ഞതിൻ്റെ റിസൾട്ട് നമുക്ക് 34-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. ചില പുരുഷന്മാരോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അഗോയസ്ഥാനിയായ ദിമത്രിയോസും ദമോസ് എന്ന പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചേർന്നുണ്ടായി. നമ്മുടെ ജീവിതത്തിലും അത് തന്നെ. നമ്മൾ അവരോട് ഒരു ദൈവത്തിൻ്റെ ഒരു വചനം ഇട്ടുകൊടുക്കുമ്പോൾ അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകും. അതിനെ നമ്മൾ ദൈവത്തെ സഹായിക്കാൻ